മമ്മൂട്ടിയുടേതായി ഇനി വരാനിരിക്കുന്ന റിലീസ് കളങ്കാവലാണ്. ചിത്രം ഈ മാസം 27-ന് തിയേറ്ററിൽ എത്തുമെന്നാണ് ഔദ്യോഗികമായി അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് സിനിമയുടെ റിലീസ് മാറ്റിവെച്ചു എന്നുള്ളതാണ്. പുതിയ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് വിറ്റുപോവാത്തതാണ് റിലീസ് മാറ്റിവെക്കാനുള്ള കാരണമെന്ന് പറയുന്നു. ചിത്രത്തിന്റെ റിലീസുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ പരിപാടികളെല്ലാം സ്റ്റെക്കായ നിലയിലാണ്. ആരാധകർ ഇതുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടി കമ്പനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അവസാന 2 ചിത്രങ്ങളും OTT-യിൽ വിറ്റുപോയിരുന്നില്ല. മാത്രമല്ല ആ സിനിമകൾ രണ്ടും തിയേറ്ററിൽ പരാജയവുമായിരുന്നു. ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച ഗൗതം വാസുദേവൻ ചിത്രമായിരുന്നു. എങ്കിൽ പോലും അതിന് OTT-യിൽ ആവശ്യക്കാരുണ്ടായില്ല. മറ്റൊരു ചിത്രമായ ബസൂക്ക ഡൊമിനിക്കിനെ പോലെ തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു. അതിനും OTT-യിൽ വാങ്ങാൻ ആളുണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ മറ്റൊരു മമ്മൂട്ടി ചിത്രവും OTT റൈറ്റ്സിൽ ഇഷ്യൂ ആയിരിക്കുകയാണ്. സിനിമകളെ സംബന്ധിച്ച് നിലവിൽ OTT-യിൽ വലിയ രീതിയിലുള്ള സെയിലുകളോ അതല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡിമാൻഡുകളോ ഒന്നും തന്നെ ഇല്ല. മുൻപ് പല രീതിയിൽ OTT റൈറ്റ്സിൽ ചിത്രങ്ങൾ വിറ്റുപോയിരുന്നു. എന്നാൽ ഇപ്പോൾ OTT-യിൽ അങ്ങനെ ഒരു ഡിമാൻഡ് സിനിമകൾക്കില്ല. ഇത് തന്നെയാണ് കളങ്കാവലിന്റെ റിലീസുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവും. OTT റൈറ്റ്സ് വിറ്റുപോവാതെ ചിത്രം തിയേറ്ററിലെത്താനുള്ള സാധ്യത കുറവാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാണ് കളങ്കാവൽ. ഈ വർഷം മമ്മൂട്ടിയുടേതായ തിയേറ്ററിൽ ഹിറ്റുകളൊന്നും വന്നിട്ടില്ല. കളങ്കാവൽ ഈ വർഷം തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ വിജയമാവുമെന്ന് കരുതിയ ചിത്രവുമാണ്. ചിത്രത്തിന്റെ റിലീസ് നീട്ടി എന്നുള്ള വാർത്ത വളരെ സങ്കടത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കുന്നത്.